നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഉള്ള ഉഷാറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോ പറയണത്. അതായത് നോമ്പ് കാലമുള്ള അവശതയാണ്. ഒന്നാമത് ചൂട്, വിയർപ്പ്, അവശത. അതിൻ്റെ ഇടയിൽ നമുക്ക് വിശപ്പും ദാഹവും മാറുന്ന ഒരു ഐറ്റം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഐറ്റമാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ വെച്ച് വിശപ്പും ദാഹവും മാറുന്ന നോമ്പിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം എല്ലാവരും ഉണ്ടാക്കണമായിരിക്കും. എന്തായാലും അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് നമുക്ക് പോയി വാങ്ങാം. സിമ്പിൾ സാധനങ്ങൾ. അപ്പോൾ അതേ നമ്മൾ ആദ്യം ചെന്നത് നമ്മളുടെ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. AC ഉള്ളിലേക്ക് കയറിയിട്ട് എന്തൊരാശ്വാസം. നോമ്പൊക്കെ പിടിച്ച അവശതയായിട്ടേ. എന്തായാലും കുറേ ഓഫറൊക്കെ ഉണ്ട്. ഓഫർ നോക്കാൻ നേരമില്ല, നമ്മളുടെ കാശുമില്ല. എന്തായാലും നമ്മൾ കുമ്മട്ടിയാണ് എടുക്കാൻ വന്നത്, തണ്ണിമത്തൻ. അതിലൊരു ചെറുത് നോക്കി നമ്മൾ ആ ചേച്ചിനോട് എടുത്തു തരാൻ പറഞ്ഞു. സാധാരണ ആളുകൾ ഇങ്ങനെ കൊട്ടിയൊക്കെ നോക്കി എടുക്കണതാണ്, ഉള്ളിൽ പഴുത്താണെന്നൊക്കെ അറിയാൻ. ഞാനും വെറുതെ 2 കൊട്ടി നോക്കി, നമുക്കിതൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നമ്മളെടുത്ത തണ്ണിമത്തനുമായിട്ട് ആ ചേച്ചി തൂക്കി നോക്കാനായിട്ട് ത്രാസിൻ്റെ അടുത്തേക്ക് ചെന്ന് 2 ചില്ലറായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം വേണ്ട ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തണ്ണിമത്തൻ തന്നെയാണ്. അതിന് ശേഷം നമ്മൾ കളക്ട് ചെയ്യാൻ പോയത് നല്ല അടിപൊളി ഒരു മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഇതിൽ അത്യാവശ്യമാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് നമ്മൾ എടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പാലിൻ്റെ പാക്കറ്റും വേണം, പാലും വേണം. അപ്പോൾ അതേ ഒരു പാലും നമ്മളെടുത്ത് അതിന് ശേഷം നമ്മൾ ഇതിൽ ഭയങ്കര അലങ്കാരപ്പണിക്ക് ഓവറായിട്ട് ഉപയോഗിക്കണം നമ്മളുടെ മെയിൻ ഐറ്റം ഡയറി മിൽക്ക് 2 എടുത്തിട്ടുണ്ട്. അതും എടുത്ത് നമ്മളുടെ സൗന്ദര്യമൊക്കെ ഒന്ന് ക്യാമറയിൽ നോക്കിയതിന് ശേഷം നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾക്ക് ആദ്യം വേണ്ടത് നമ്മൾ വാങ്ങിയ കുമ്മട്ടി. അത് വട്ടം മുറിക്കണം. വട്ടം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് പടച്ചോനെ ജാടക്ക് മറ്റേ തട്ടിയൊക്കെ നോക്കിയാണ് എടുത്തത്. ഇതായിട്ടുണ്ടാന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ചെയ്യണം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നല്ല കുമ്മട്ടി റെഡി ആയിട്ടുണ്ട്. അതായത് ഓരോ നാട്ടിൽ ഓരോ പേരുണ്ട്. കുമ്മട്ടി, തണ്ണിമത്തൻ, ബത്തക്ക, അങ്ങനെ കുറേ പേരുകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ പറയുന്നത് കുമ്മട്ടി എന്നാണ്. ആദ്യം വേണ്ട ഐറ്റം കുമ്മട്ടി. അപ്പോൾ ഇത് എടുക്കട്ടെ. ഇതിങ്ങനെ 2 പീസും കൂടി ആക്കിയാൽ നമുക്ക് 2 പീസും കൂടി ആക്കിയാൽ നമുക്ക് എളുപ്പം പണിയാണ്. എളുപ്പം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം അതിനെ നമ്മൾ ഒരു 2 കഷ്ണം പീസും കൂടി ആക്കി ഇതുപോലെ. ഓക്കെ, ഇനി നമ്മുടെ ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ നല്ല താളത്തിൽ ശരിക്ക് കട്ട് ചെയ്ത് പീസാക്കിയിടാം. അതുപോലെ ഇങ്ങനെ വീഴണം. ഞാനൊക്കെ മറ്റേ കുമ്മട്ടി കൊയ്യണം. അതൊക്കെ ഇപ്പം നിസ്സാരം കൊണ്ട് തീരും. നല്ല വെള്ളമുള്ള കുമ്മട്ടിയുണ്ട്. അപ്പോൾ അധികം വലിച്ചിട്ടുള്ള ബാക്കിയുള്ള പീസുകൾ ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇടാൻ പോവേണ്ട. അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല പച്ചപ്പാൽ അതങ്ങാട് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ട. നമ്മൾ അരിഞ്ഞു വെച്ചേണ കുമ്മട്ടിയിലേക്ക് പച്ചപ്പാൽ മാക്സിമം പിഴിഞ്ഞു വെച്ച പ്ലാസ്റ്റിക് അതങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ നമ്മളെ ഒരു ഇച്ചിരി കസ്കസ് എടുത്ത് വെള്ളത്തിൽ കുതിരാനായിട്ടിടണം. കസ്കസാണ് കുതിർന്നപ്പോൾ കാണിച്ചത്. അതവിടെ വെച്ചത്. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി പിന്നെ നമ്മൾ വാങ്ങിയ ഡയറി മിൽക്ക് അത് ഒന്ന് വെള്ളത്തിലിട്ട് സംഭവം അലിയിച്ചെടുക്കണം കേട്ടോ. നമുക്ക് വെള്ളത്തിൽ ഒന്ന് കുതിർന്ന് വേണ്ട. അതെ, പാല് നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ചിട്ട് ഉപയോഗിക്കാം, ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ പച്ചപ്പാലാണ് എടുത്തേക്കണം. എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നതാണ് മെയ്ഡ്. അതാണ് മെയിൻ ആകർഷണം. മിൽക്ക് മെയ്ഡ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. 5 മിനിറ്റ് എന്നാണ്ട് ഞാൻ തമ്പനയിൽ പറഞ്ഞേക്കണത്.
ഹെഡിങ്ങിൽ പറഞ്ഞേക്കാം. 5 മിനിറ്റ് മതി. ഇത് ഞാൻ പിന്നെ വിശദീകരിക്കണമെന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഇതിനൊക്കെ ഒരു അര അതിൻ്റെ മുകളിലൊക്കെ മതിയാവും. ആവശ്യമായിട്ട് വെച്ചു ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. സംഗതി നമ്മളെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിരുന്നു. നല്ല ടേസ്റ്റാണ്, നല്ല കിടുക്ക ടേസ്റ്റ് തന്നെയാണ് സാധനം. ലാസ്റ്റ് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇത് കുടിച്ചും ചവച്ചും ഒക്കെ വയറ് നിറഞ്ഞു പോയി. നമ്മൾ കലക്കി മിക്സ് ചെയ്ത് പറഞ്ഞ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഒഴിച്ചു കൊടുക്കാം. അതിൽ കിടന്ന് മിക്സ് ആയിക്കോളും. അത് ഒഴിച്ച് മാറ്റി കൊടുക്കാം. പിന്നൊരു എത്രക്കോളം പഞ്ചസാര അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എന്താണ്, നമ്മുടെ കസ്കസ് റെഡി ആയിട്ടുണ്ട്. കസ്കസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഈന്തപ്പഴം, അലങ്കോലപ്പണിക്ക്, പിന്നെ കുറച്ച് കശുവണ്ടി, ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നോമ്പിൻ്റെ നേരമാകുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും എടുത്ത് ഉപയോഗിക്കാം. എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടാണ്. നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചിലപ്പോൾ മോശമായിരിക്കുള്ളൂ, അതിനുള്ള സെറ്റപ്പാണ് നമുക്കുള്ളൂ. എന്തായാലും സംഗതി അടിപൊളിയാണ്. കേവലം ഒരു 5 മിനിറ്റ് കൊണ്ട്, ഞാനിപ്പോൾ വിശദീകരിച്ചു വിട്ടല്ല, 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ സംഭവം റെഡിയാക്കി നമുക്ക് നോമ്പാലത്ത് ഉപയോഗിക്കാം. അതായത് ചോക്ലേറ്റൊക്കെ അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്, അലിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. അപ്പോൾ ഒരു കുമ്മട്ടി ഉണ്ടെങ്കിൽ തണ്ണിമത്തനും, പിന്നെ ഒരു മിൽക്ക് മെയ്ഡ്, പിന്നെ എന്തെന്നാണ് ചോക്ലേറ്റ്, പാല്, കസ്കസ്, പിന്നെ പഞ്ചസാര, പിന്നെ അലങ്കോലപ്പണിക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം നല്ല കിടുക്കനായിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.